സ്വന്തം മണ്ഡലത്തിൽ എം.പി. ഓഫീസ് തുടങ്ങണമെന്ന പാർട്ടി തൃശൂർ ജില്ലാ ഘടകത്തിന്റെ അപേക്ഷ പോലും നടപ്പിലാക്കാതെ പാർട്ടിക്കൊട്ടും വഴങ്ങാതെ മുന്നോട്ടു പോകുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി.ജെ.പിക്കൊരു ബാധ്യതയായി മാറുകയാണോ? തന്നെ ജയിപ്പിച്ച സ്വന്തം മണ്ഡലത്തിൽ ഉടൻ എം.പി. ഓഫീസ് തുടങ്ങാനുള്ള പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അവഗണിക്കുകയാണ് കേന്ദ്രമന്ത്രി. തന്നിഷ്ടപ്രകാരമാണ് കേന്ദ്രമന്ത്രിയുടെ പോക്കെന്ന് പാർട്ടി വൃത്തങ്ങൾ ആവലാതിപ്പെടുകയാണ്. 10,000-കണക്കിന് പുതിയ വോട്ടുകൾ ചേർത്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത പാർട്ടി ജില്ലാ ഘടകത്തിന് പോലും അപ്രാപ്യമായി മാറിയ കേന്ദ്രമന്ത്രി പാർട്ടി പ്രവർത്തകരെയാകെ നിരാശപ്പെടുത്തുകയാണെന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. നിരവധി ആവശ്യങ്ങളുമായി വരുന്ന പ്രവർത്തകരും പൊതുജനങ്ങളും തങ്ങൾ ആരെ സമീപിക്കണമെന്നറിയാതെ ദുരിതമനുഭവിക്കുകയാണ്. ഇതിനിടയിലാണ് പൊതുപ്രശ്നങ്ങളിൽ പാർട്ടി നിലപാടുമായി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാതെ വിവാദ പ്രസ്താവനകളിലൂടെ സംസ്ഥാന നേതൃത്വത്തിനെ കേന്ദ്രമന്ത്രി പ്രതിസന്ധിയിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം അവഗണിച്ച് തന്റെ സിനിമാ അഭിനയവുമായി മുന്നോട്ടു പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അദ്ദേഹം ഇതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി അമിത്ഷായെ അടക്കം വെല്ലുവിളിക്കാൻ തയ്യാറായതും സാധാരണ അണികളിൽ പോലും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഈ സംഭവത്തിൽ സുരേഷ് ഗോപിയോട് കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായതായാണ് അറിയുന്നത്. ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുകേഷ് വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരസ്യ പ്രതികരണം സംസ്ഥാന പ്രസിഡന്റിന് കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടാക്കി. മുകേഷ് വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാമെന്നും എന്നാൽ പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് താനാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ നടപടികളിലുള്ള പ്രതിഷേധത്തിൻ്റെ ഉദാഹരണമായി. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മുകേഷ് വിഷയത്തിൽ പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന ആരോപണവും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മലയാളികളായ 2 മന്ത്രിമാരുടെയും ഈ മന്ത്രിസഭയിലെ മലയാളിയായ മറ്റൊരു മന്ത്രിയുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പാർട്ടി ഘടകങ്ങൾ കേന്ദ്രമന്ത്രിക്കെതിരെ നേതൃത്വത്തോട് പരാതിപ്പെടുന്നത്.